മന്ദാകിനി മോഹശതങ്ങളിൽ രാഗവും താളവും തപസിരുന്നു. അറിയോ, അറിഞ്ഞില്ലേ? ആ ഹരി രമയുമായി കവിതയും പാടി പാർക്കി കൂടെ നടക്കുകയാണ്. ഇനി ഞെട്ടിയിട്ടൊന്നും കാര്യമില്ല. ഞാനും ഒരിക്കൽ ഞെട്ടിയതാ. എടാ, നീ പറയുന്നത് സത്യമാണോ? എന്റെ അമ്മയാണ്, അച്ഛനാണ്, സർവശക്ത ഗുരുവായൂരപ്പനാണ് സത്യം. അവര് പാടി ഞാൻ കണ്ടു. അവരിനിയും പാടും. എന്തോന്ന് ഛേ, അളിയനെ മാത്രം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പ്രേമിക്കണമെന്ന് പറഞ്ഞ കഷ്ടമല്ലേ? അവനെയും ഏതെങ്കിലും ഒരുത്തി ഒന്ന് പ്രേമിച്ചോട്ടെ. ഗോപൻ സാറിനൊരു ഫോൺ. ആണോ പെണ്ണോ? പെണ്ണ്. അളിയ പെണ്ണിന്റെ ഫോൺ. അതൊന്ന് വേഗം പാടോ. ഇപ്പോഴത്തെ ഫോൺ വിശ്വസിക്കാൻ ഒക്കില്ല, പെട്ടെന്ന് കട്ടാവും. ഹലോ, അതൊന്ന് വേഗം പാടോ. ഇതിപ്പം അല്ല, ഇവിടെ പറഞ്ഞ ഹലോ. ഹലോ. യെസ്, ഗോപൻ ഹിയർ. ആരെ? രാജമ്മയോ? ഞാനാണ്. എന്താ ഗോപനോട് വഴക്കാണോ? എന്തിനാണ് ഈ സമയത്തൊക്കെ ഫോൺ ചെയ്യുന്നത്? മനുഷ്യന് വേറെ ജോലി ഇല്ലാത്ത പോലെ. എന്താ ഗോപ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? രാവിലെ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്? മനസ്സിലാഞ്ഞിട്ട്. നിന്റെ സൗന്ദര്യപ്പടക്കം കണ്ടിട്ടേ നിന്റെ പുറകെ വാലുമായിട്ട് നടക്കാനേ എനിക്ക് സൗകര്യമില്ല. കഴിവാണോ മോളെ? ഞാനെന്താ തെറ്റ് ചെയ്തത്? ഹോട്ടലിലേക്ക് വിളിച്ചപ്പോ വരാത്തതിനാണോ? എന്റെ പൊന്നു ഗോപ, അങ്ങനെയൊക്കെ വരുന്ന തെറ്റല്ലേ? വേണ്ടടി, നീ വരണ്ട. ഞാൻ വിളിക്കുന്നിടത്ത് വന്നാലേ നിന്റെ ചാരിത്രം അങ്ങ് നശിച്ചു പോകത്തില്ലയോ? ചുമ്മാ പോടി, മനുഷ്യൻ നിനക്കെടുത്താതെ. പോടി. ഹലോ ഹലോ. എന്താണോ ഞാൻ ചൂടായത്? അതൊക്കെ ഒരു ടെക്നിക്കല്ലേ എന്ന് വെച്ചാ? ചില പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെ. അവർക്ക് ഇടക്കിടക്ക് തല്ലുകൊള്ളണം, അല്ലെങ്കിൽ കുറെ ചീത്ത കേൾക്കണം. കിക്ക് എ ഗേൾ, ഷീ വിൽ ലവ് യു. ലവ് എ ഗേൾ, ഷീ വിൽ കിക്ക് യു. അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് അവരുടെ സങ്കല്പത്തിലെ കാമുകൻ. പ്രസ്തുത പെണ്ണിനോട് ഈ ടെക്നിക്കേ പറ്റൂ. ചേട്ടാ, ഭയങ്കര. അളിനൊക്കെ എങ്ങനെ പഠിച്ചു? ഇത് ജന്മസിദ്ധമായ ഒരു വാസനയാണ്. അതെ അതെ. പാട്ട്, ചിത്രം വരയ്ക്കൽ എന്നിവ പോലെ ഒരു കഴിവാണ് പ്രേമിക്കൽ. മനസ്സിലായോ? മോളെ കാശ് എത്രയായി? 12 രൂപ. എന്ത് 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 12 രൂപ. ബസ് സ്റ്റാൻഡിൽ ഇതുവരെ വരുന്നതിന് 12 രൂപ. നിന്റെ വേല കഴിഞ്ഞ് വെച്ചേ. മര്യാദയ്ക്ക് കാശ് വന്നിട്ട് പോണേ. എന്തൊരു കഷ്ടമായി പോയി. എന്താടാ? ആ കൊച്ചു പെണ്ണ് നീ ചീത്ത പറഞ്ഞല്ലോ. അളിയൻ വിഷമിക്കാതെ. അരമണിക്കൂർ കഴിയുമ്പോ അവളുടെ ഫോൺ വീണ്ടും വരും. എങ്ങനെ അറിയാം? അതാണ് എന്റെ മനഃശാസ്ത്രം. അവൾക്ക് ഇനി സ്വസ്ഥത കിട്ടൂല. അവളുടെ ഫോണായിരിക്കും അല്ലേ? സാറിന്റെ വീട്ടിൽ സാറിന്റെ ചേച്ചി വന്നിരിക്കുന്നു. അയ്യോ, അതെന്റെ ചേച്ചിയല്ല, അവളെന്റെ മുറപ്പെണ്ണ. അയ്യോ, അവളെ കാശിന്റെ കണക്ക് വയ്ക്കും. അതൊന്നും കുഴപ്പമില്ല. നീ കോമ്പോസിഷൻ ബുക്ക് വാങ്ങിച്ചെന്ന് പറയാം. അതെ അതെ, കോമ്പോസിഷൻ. ഒരു കാര്യം ചെയ്യ്, ഒരു ബുക്ക് എടുത്തുണ്ടോ? പഠിക്കാനെന്തെങ്കിലും വിചാരിച്ചോളൂ. ചെല്ലു. വിളിച്ചിട്ടുണ്ട്. മാറുമോ? അതൊന്നും അറിയാം. നീ ഷർട്ട് എടുത്തോണ്ട് പോ. അതെ, ഷർട്ട്. എടാ, എന്റെ ഷർട്ടാടാ. എന്റെ തലയല്ലേ നാശം. അമ്മാവ, ഞാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പോഴാ പയ്യൻ എന്ന് പറഞ്ഞ നിങ്ങൾ വന്നിരിക്കുന്നെന്ന്. ഇതാണോ പഠിച്ചോണ്ടിരിക്കുന്നത്? അച്ഛാ, ഇത് സിനിമാ മാസിക. എന്തോന്ന് സിനിമാ മാസിക? അയ്യമ്മ, അത് പിന്നെ കെമിസ്ട്രി ബുക്കിനടുത്ത് ഫിസിക്സ് ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചപ്പോ അടുത്ത് തന്നെ ആപ്പിൾ കാർട്ട് ഇരിക്കുന്നു. ബെർണാഡ് ഷായുടെ. ഏത് ബെർണാഡ് ഷാ? നമ്മുടെ ബെർണാഡ് ഷാ അമ്മാവ. നമ്മൾ അപ്പൊ തോന്നി ആപ്പിൾ കാർട്ട് വേണോ അതോ ഷേക്സ്പിയറുടെ ഒഥല്ലോ വേണോ? എന്തിനു പറയുന്ന എന്റെ അമ്മാവ, ഇംഗ്ലീഷ് എടുത്ത് മലയാളത്തിന്റെ മേളിൽ വെച്ചപ്പോ ഇങ്ങനെ ആയിപ്പോയി. അത് നോക്കാതമ്മ വൃത്തികേട്. പണമുള്ളതിന് തന്തമാരുടെ മക്കൾ വരുന്നുണ്ട്. അവന്മാര് വാങ്ങിച്ചിട്ടുണ്ടാ ഇതൊക്കെ. അയ്യോ മോളെ, ആ കാശിന്റെ കണക്ക് ചോദിക്കും. എന്തിനാ 100 രൂപ വേണമെന്ന് എഴുതിയിരുന്നത്? ഈ മാസം 1-ാം തീയതിയല്ലേ 150 രൂപ അയച്ചത്. ഇനിയും കുറെ പുസ്തകങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. പിന്നെ എണ്ണ, സോപ്പ്, അലക്കുകൂലി, മുടിവെട്ടൽ, അങ്ങനെ പലതും. അച്ഛാ, എണ്ണ സോപ്പ് മേടിച്ച കണക്ക് കഴിഞ്ഞ എഴുത്തിലുണ്ടായിരുന്നില്ലേ? മൊത്തം 12 രൂപ. നീ എന്താണ് ആണയോ ഇത്ര സോപ്പിലാക്കാൻ? ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നത് കഴിയുന്നതും വേഗം ഇവിടെ കൊണ്ട് നിന്നെ കെട്ടിക്കാനാണ്. നീ എന്റെ അലങ്കരനാകാൻ എന്ന് വിചാരിച്ചാണ് ഇവിടെ ഞാൻ നിനക്ക് തരുന്നത്. അല്ലെങ്കിലേ ഇവിടെ കെട്ടാൻ ഒരുപാട് പേരെ കിട്ടും. കിട്ടും. പ്രമീളയ്ക്ക് ചൊവ്വാദോഷം ഉള്ളത് കൊണ്ടാ കല്യാണം നടക്കാൻ താമസിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞെന്ന് അമ്മ പറഞ്ഞു.
ഇവർക്ക് ചൊവ്വാ ദോഷം ഉള്ളതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. നീ ഒന്ന് ചൊവ്വായാ മതി. നാളെ എന്റെ ബർത്ത്ഡേയാ. അയ്യോ എപ്പോ? എടാ അവളുടെ പുറന്നാളാണ്. നീ വേണമെന്ന് വരാം. വരുമ്പോലെ പ്രസന്റ് കൊണ്ടുവരണ്ടേ? അതിന് കാശ് തരാം. വസൂലി തരാം. എന്നാ വരാ. കൂടുമോളെ. ബുക്കിംഗ് ഇതാ. അമ്മാവനും മോളെ ഒന്ന് പോണം. ആ അമ്മാവനും മോളും വന്നിട്ട് എന്തായി? കൊറേ ചീത്ത വിളിച്ചു, കുറച്ച് കാശും തന്നു. ആഹാ കാശ് തന്നില്ലേ? പിന്നെ കുറെ ചീത്ത കേട്ടാൽ എന്താ കുഴപ്പം? കുഴപ്പം ഇപ്പോഴല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പണ്ടാരത്തിനെ കൊണ്ട് എന്നെ കെട്ടിപ്പിക്കണമെന്നാണ് മൂപ്പിൽസിന്റെ പരിപാടി. അയ്യോ ഹലോ ഗോപൻ. ഹലോ. ആഹാ എന്താ സുമാറ് വല്ലാതിരിക്കുന്നേ? അമ്മാവൻ വന്നായിരിക്കും. അമ്മാവൻ മാത്രമല്ല, മോളും വന്നു. ഇതെന്റെ കല്യാണ ഫോട്ടോ. ഇത് നോക്കിയിരുന്ന് ഭാര്യ ഓർക്കാനാണല്ലേ? അതൊരു പ്രത്യേക സുഖം തന്നെയാളെയാ. അവന്റെ സമയം. ആ അരവിന്ദനെ കണ്ടു പഠിക്കും. പെണ്ണ് കിട്ടിയതിന് ശേഷം ഇവിടെ ഒന്ന് പഠിക്കുന്നു. പിന്നെന്താ നിനക്ക് പഠിച്ചതിന് ശേഷം പെണ്ണ് കിട്ടിയ? അതിന് അവൾക്ക് ചൊവ്വാദോഷമുണ്ട്, അതുകൊണ്ടല്ലേ എന്നെ വിലക്കെടുത്തിരിക്കുന്ന അവളെ കെട്ടാൻ. അതിന് നീ ചൊവ്വയല്ലേ? അതിന് ഈ ചൊവ്വായേ ഉള്ളോ? വേറെ ചൊവ്വ ഉണ്ടല്ലോ ഈ നാട്ടില്. ഓ